പാലായിൽ മായ രാഹുൽ പുതിയ ചെയർപേഴ്സൺ. 16 പേരുടെ പിന്തുണയിൽ മായ രാഹുൽ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു. LDF-ലെ 12 പേരും 3 കോൺഗ്രസ് വിമതരും മായയെ പിന്തുണച്ചു. UDF-ലെ റിയ ബിനോയ്ക്ക് 10 വോട്ടുകൾ ലഭിച്ചു. സനോജ് ചേരുകയാണ്. സനോജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പാലാ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 16 പേരുടെ പിന്തുണയിലാണ് മായ രാഹുൽ പാലാ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പോൾ മായ രാഹുലിനെ സഹമെമ്പർമാർ അഭിനന്ദിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 26 അംഗ കൗൺസിലിൽ 16 പേർ മായയെ പിന്തുണച്ചു. മായ ഉൾപ്പെടെ 16 പേരുടെ വോട്ടാണ് ലഭിച്ചത്. 10 പേരുടെ വോട്ട് റിയയ്ക്ക് ലഭിച്ചു. എന്തായാലും ഈ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും LDF അനുകൂല ഒരു ഭരണസമിതി പാലാ നഗരസഭയിൽ ഭരണത്തിലെത്തുന്നുവെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഭരണസമിതി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട മായ രാഹുലിനെ സഹ മെമ്പർമാർ അഭിനന്ദിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പാലാ മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണയിലാണ് LDF-നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ UDF ഭരണം പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായത്. നിലവിൽ ആ ഭരണസമിതിക്ക് എതിരെ ഭരണസമിതിയിലുള്ളിൽ നിന്നും പ്രതിഷേധമുയരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ LDF അവിശ്വാസം കൊണ്ടുവരികയുമായിരുന്നു. ഈ അവിശ്വാസത്തെ ഈ UDF-ലെ 4 അംഗങ്ങൾ, കോൺഗ്രസിലെ 4 അംഗങ്ങൾ കൂടി പിന്തുണച്ചോടെയാണ് അവിശ്വാസം പാസ്സാകുന്ന സാഹചര്യമുണ്ടായത്. നിലവിൽ ഇപ്പോൾ മായ രാഹുൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതായത് 26 അംഗ കൗൺസിലിൽ LDF-ൻ്റെ 12 പേരുടെയും കോൺഗ്രസ് വിമതരായിട്ടുള്ള 3 പേരുടെയും മായ രാഹുലിൻ്റെയും പിന്തുണയിലാണ്, മായ രാഹുലിൻ്റെയും വോട്ടിൻ്റെ പിൻബലത്തിലാണ് 16 പേരുടെ ഭൂരിപക്ഷത്തിൽ മായ രാഹുലിനെ പുതിയ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പാലാ നഗരസഭയെ സംബന്ധിച്ച് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലിപ്പോൾ മായ രാഹുലിനെ സഹമെമ്പർമാർ അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ അല്പസമയത്തിനകം ആ ഉത്തരവാദിത്വം മായ രാഹുൽ ഏറ്റെടുക്കും. ഇപ്പോൾ LDF-ൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടി മായ രാഹുലിനെ അഭിനന്ദിക്കുകയാണ്. വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പാലാ നഗരസഭയിലെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീറും വാശിയും അവസാന നിമിഷവും ഉണ്ടായിരുന്നു. വോട്ടെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായതോടുകൂടി ഈ UDF അംഗങ്ങൾ ഇറങ്ങിപ്പോകുന്ന സാഹചര്യവും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ പുതിയ ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കപ്പെട്ട മായ രാഹുൽ സംസാരിക്കാൻ പോവുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. പുതിയ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട മായ രാഹുൽ സത്യപ്രതിജ്ഞാ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്തം, അതായത് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ കഴിയും. മായ രാഹുലിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. നിലവിൽ 16 പേരുടെ പിന്തുണയിലാണ്, 26 കൗൺസിലിൽ 16 പേരുടെ പിന്തുണയിലാണ് മായ രാഹുൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. പാലാ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട മായ രാഹുൽ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മായ രാഹുലിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. എന്തായാലും പാലാ നഗരസഭയിൽ പുതിയ ഭരണസമിതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ LDF-ലെ സഹമെമ്പർമാർ മായയെ അഭിനന്ദിക്കുകയാണ്. മായയെ സംബന്ധിച്ച് മായയ്ക്കൊരു പുതിയ തുടക്കമാണ്. നിലവിൽ വൈസ് ചെയർപേഴ്സൺ പദവിയിലായിരുന്നു മായ ഉണ്ടായിരുന്നത്. ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന ഒരു നഗരസഭയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ UDF ഉൾപ്പെടെയുള്ള ആളുകൾ ചില നീക്കങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് LDF-നെ താൽക്കാലികമായി അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തിയത്. പക്ഷേ അധികകാലം അവർക്ക് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അവരുടെ മുന്നണിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയും ചെയ്തു. പിന്നാലെ ഇടതുപക്ഷം അവിശ്വാസം കൊണ്ടുവരികയായിരുന്നു. ആ അവിശ്വാസത്തെ
കോൺഗ്രസിലെ 4 അംഗങ്ങൾ പിന്തുണയ്ക്കുകയായിരുന്നു. ആ പിന്തുണയുടെ പിൻബലത്തിലാണ് അവിശ്വാസം പാസ്സായത്. അവിശ്വാസം പാസ്സായതിന് പിന്നാലെ ദിയ ബിനു പുളിക്കക്കണ്ടത്തിന് ചെയർപേഴ്സൺ പദവി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 26 കൗൺസിലിൽ 16 പേർ പിന്തുണച്ചു. 12 LDF അംഗങ്ങളും ഒപ്പം തന്നെ കോൺഗ്രസ് വിമതരായിട്ടുള്ള 3 പേരും ഒരു അംഗമായിട്ടുള്ള മായ രാഹുലിൻ്റെയും പിന്തുണ ലഭിച്ചു. അങ്ങനെയാണ് 16 പേരുടെ പിന്തുണ ലഭിക്കുന്നത്. നേരത്തെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്ത വേളയിൽ കോൺഗ്രസിലെ 4 അംഗങ്ങൾ അവിശ്വാസത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. അതിൽ ഒരംഗം ഇന്ന് വീണ്ടും കൂറുമാറി കോൺഗ്രസിനൊപ്പം നിലയുറപ്പിക്കുന്ന സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത്. നിലവിൽ ഈ വിഷയം മറ്റൊരു നിയമ നടപടികളിലേക്ക് കൂടി കടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയപ്പെടുന്നത് കൂറുമാറിയ കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ നിയമപോരാട്ടം നടത്തുമെന്നാണ് ഇന്നലെ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷും ഒപ്പം തന്നെ ഫ്രാൻസിസ് ജോർജ് MPയും പാലായിൽ വ്യക്തമാക്കിയത്. അങ്ങനെ നിയമപോരാട്ടത്തിനുകൂടി വഴി തുറക്കുകയാണ് പാലാ നഗരസഭ. സ്വാഭാവികമായും ആ നിയമപോരാട്ടം കോടതികൾ കയറിയിറങ്ങാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം കൂറുമാറി വോട്ട് ചെയ്തവരുടെ നിലപാടെന്ന് പറയപ്പെടുന്നത് തങ്ങൾക്ക് ശരിയായ ലഭിക്കേണ്ട നിലയിൽ വിപ്പ് ലഭിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ അവരും ഈ നിയമപോരാട്ടത്തിൻ്റെ ഭാഗമായി ചേരും. അപ്പോൾ സ്വാഭാവികമായും ഇത് നടപടിക്രമങ്ങൾ അനന്തമായി നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും അതിനിടയിലാണ് പുതിയ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടി പിന്തുണയിൽ മായ രാഹുൽ പുതിയ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഷമ്മി, െ സംബന്ധിച്ചൊരു വലിയ തിരിച്ചടി തന്നെയാണ്. 2 തരത്തിലാണ്. ഒന്ന്, പാലാ നഗരസഭയുടെ ഭരണം LDFിൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നു. 2, കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്ന കൗൺസിലർമാരടക്കം വോട്ട് ചെയ്താണ് മായ രാഹുൽ ആ സ്ഥാനത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ 2 തരത്തിൽ ഈ ഒരു തിരിച്ചടിയാണ് UDFന്. സനോജ്, തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ ആർക്കും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയപ്പെടുന്നത് LDF ആയിരുന്നു. LDFന് 12 പേരുടെ പിന്തുണ ഉണ്ടായിരുന്നു. എന്നാൽ UDFന് 10 അംഗങ്ങളുടെ മാത്രം പിന്തുണയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും ഈ ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക, പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള പാലാ മുനിസിപ്പാലിറ്റിയിൽ ജോസ് കെ മാണിയുടെ പാർട്ടിയെ ഉൾപ്പെടെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ആരെയെങ്കിലും കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരം പങ്കിടുക എന്ന താല്പര്യത്തോടു കൂടി UDF സ്വതന്ത്ര അംഗങ്ങളായിട്ടുള്ള ഒരു കുടുംബത്തിലെ 3 പേരുടെ പിന്തുണയും ഒപ്പം തന്നെ മായ രാഹുലിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് വിമതയായി മത്സരിച്ച് വിജയിച്ച മായ രാഹുലിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് LDFനെ അധികാരത്തിൽ നിന്നും മാറ്റിയത്. എന്നാൽ പിന്നീട് കാണാൻ കഴിഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ UDF മുന്നണിയിൽ ഉണ്ടാകുന്നു.